കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം: നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടുതിരിയുവിൻ. എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ദേശം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ നന്മ എങ്ങനെയാണ് നമ്മളിൽ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു ചിന്ത ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരും കഴിയുന്നിടത്തോളം വിശുദ്ധിയും വേർപാടും പാലിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടിയത് നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരേണ്ട, നിവർത്തീകരിക്കപ്പെടേണ്ട അനുഗ്രഹങ്ങളും നന്മകളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിർത്തുവാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടല്ലേ. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ന്റെ 5 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടുതിരിയുവിൻ. എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കുക. അപ്പം ദൈവം നമുക്ക് നൽകിയ അവകാശത്തിൽ, ദൈവം നമുക്ക് നൽകിയ നന്മയിൽ എന്നും എന്നേക്കും പാർക്കുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പറയും, നിങ്ങൾ ഓരോരുത്തൻ താന്താങ്ങളുടെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടെന്ത് ചെയ്യണം? മാറേണ്ടത് ആവശ്യം. എന്താണ് ഈ ദുർമാർഗം എന്ന് പറയുന്നത്? എന്താണ് ദുഷ്പ്രവൃത്തികൾ എന്ന് പറയുന്നത്? ദൈവത്തെ ഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൻ്റെ മണ്ണിൽ നിന്ന് കനാൻ എന്ന ദേശത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ദൈവം അവരോട് പറഞ്ഞൊരു അനുഗ്രഹീത ചിന്തയാണ്: നിങ്ങളെ കൊണ്ടുവന്ന എന്നെ നിങ്ങൾ മറക്കരുത്. 2, ഞാൻ നിങ്ങളോട് മരുഭൂമിയുടെ മണ്ണിൽ വെച്ച് പറഞ്ഞ കൽപ്പനകളും പ്രമാണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്തോത്രം, തള്ളിക്കളയരുത്. അതിനെ നിങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞ കൽപ്പനകളെ വിട്ടുമാറുന്നത് പലപ്പോഴും നമ്മെ ദുർമാർഗത്തിലേക്കും ദുഷ്പ്രവൃത്തികളിലേക്കും നമ്മൾ എന്ത് ചെയ്യും? തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒറ്റക്കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അതെങ്ങനെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവചനം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. നിശ്ചയമായത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറും. അത് അനുഷ്ഠിക്കാനും അത് പ്രമാണിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും ബെറ്ററായ രീതിയിലേക്ക് ആത്മീയ പുഷ്ടിയും ഭൗതിക പുഷ്ടിയും ഒക്കെ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. എന്നും എന്നേക്കും ദൈവം നമുക്ക് നൽകിയ അവകാശദേശത്ത് പാർക്കുവാൻ, ആ നന്മയെ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആത്മീക നന്മകളാലും ഭൗതിക നന്മകളാലും ദൈവം നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.